എന്താ പരിപാടി? ഇന്ന് മറ്റേ മരക്കളൊന്നുമില്ല, 2 മരക്കളുണ്ട്. ചെറിയൊരു തുറവിയാണ്. അപ്പോലെ തുറവയാണ്. തറവാട്ടാര് അനു മോണ്ടനും ഉണ്ടാവും. ഉമ്മമ്മി അമ്മായിക്ക് കാലിന് ഇതായതുകൊണ്ട് റിസ്ക് ആണ്, വരാൻ പറ്റൂല. ഫുഡ് ആ ടൈം ആകുമ്പോ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കും. അനു മോണ്ടനും ഉണ്ടാവും. പിന്നെന്താ ഉണ്ടാക്കണെന്ന്? പിന്നെ ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആദ്യമൊക്കെ പേട്ട ബിരിയാണിയും കാര്യം ഫുഡും കാര്യമൊക്കെ ഉണ്ടാക്കില്ല. അപ്പൊ ഉണ്ടാക്കാൻ മുട്ടി ഇങ്ങനെ നിക്കുകയാണ്. അപ്പൊ മന്തി ഉണ്ടാക്കി കഴിഞ്ഞാല് കൊയിഞ്ഞാന്നൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇപ്പൊ 2 കൊല്ലായിട്ട് ഇപ്പൊ അടുക്കളയിൽ കയറിയിട്ടില്ല. അല്ലെങ്കിൽ ബ്രോസ്റ്റും കാര്യവും ഈ ഗൾഫിലും പൂപ്പിലും കാര്യമൊക്കെ എല്ലാ ഫുഡും കാര്യം ഇപ്പൊ ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ ഈ സുഖമില്ലായിട്ടാണ് പൊറാട്ടപ്പണി എല്ലാം അറിയും. ഇപ്പൊ നമുക്ക് ഉണ്ടാക്കണ്ടേ? സാധനം വാങ്ങാൻ വന്നിക്കാണ് കാര്യം. 5 പരിപ്പേ ഒരു 20 രൂപയൊക്കെ 30 രൂപയൊക്കെ കൊറേ ഉണ്ടാവോ? കുറച്ചറി 1000 ഓല, 1 ലിറ്റർ ഓയില്, 500 വെളിച്ചെണ്ണ, പഞ്ചസാര എത്ര? 2 കിലോന്. അത് എഴുതിയിട്ടില്ലല്ലോ, പറഞ്ഞെടുക്കൊന്നും മാറ്റപ്പത്. ഓയിൽ 1 ലിറ്റർ, വെളിച്ചെണ്ണ 500 ഒരു കുപ്പി. കാക്കാക്ക് ഭയങ്കര വേദ, ഉറക്കനെ പറയണം. വാങ്ങാൻ വന്നാണ്. അങ്ങനെ ഞങ്ങളിപ്പോ വീട്ടിൽ എത്തിട്ടോ. അപ്പൊ ഇവിടെ എത്തിയ സാധനം കാര്യമൊക്കെ സെറ്റ് ചെയ്യാണ്. ഉള്ളി പറഞ്ഞോ? ഇപ്പൊ ഒന്നും ഉണ്ടാക്കലില്ല. ആദ്യത്തെ കുക്കേനിപ്പ പൊറാട്ട നമുക്ക് ഉണ്ടാക്കണ്ടപ്പാ. അനക്കില്ല പണികൾ എന്തൊക്കെ? ഞാനെന്തൊക്കെ ഇനി വെള്ളം ഉണ്ടാക്കണം, ഫ്രൂട്ട്സ് അരിയണം, കട്ട്ലേറ്റ്, സമൂസ. ഓല് ആ ചോറ്, ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞാനാട്ടോ. ഇമ്മ ഇറച്ചി മുറിച്ചാണ്. ഇറച്ചി എന്താ കാട്ടുന്നത്? വരട്ടാനല്ലമ്മ. ചിക്കൻ ബിരിയാണി അത് പോരപ്പാ. അങ്ങനെ ഞങ്ങളിവിടെ ബീഫ് റെഡിയാക്കി വെച്ചേക്കണേ. ഇവിടെ ഇത് ബിരിയാണിക്കുള്ള അരിയാട്ടോ. ഇവിടെ മറ്റേ ചോറക്കുള്ള ഉള്ളി ഉണ്ട്. ഇവിടെ ഓള് ക്യാമറ കണ്ടപ്പോ ഓടി വന്ന് ചിക്കൻ മറിച്ചിടാണ്. അല്ല ഇത് ബിരിയാണിക്കുള്ളത്. ഇത് ഫുള്ള് പൊരിച്ചു തീർക്കല്ലേ കേട്ടോ. സമൂസക്കുള്ളതൊക്കെ അയക്കണം. ഇനി കട്ട്ലേറ്റിനുള്ള ഉള്ളി അരിയാണ്. അത് തികഞ്ഞില്ല, ഉള്ളി തികയാത്ത ഉള്ളി അരിയാണ്. ഞാൻ ഉള്ളി ഒഴിച്ച ഓളരിയോ. ഒന്നും ആയിട്ടില്ല, പണിയാൾ കുറെ കിടക്കുന്നുണ്ട്, എവിടെ എത്തിയിട്ടില്ല. നമ്മള് ബിരിയാണി ദമ്മിട്ട് കേട്ടോ. ചോറായി. ഇനി വെള്ളം, എണ്ണക്കടി, ബീഫ്. ഉമ്മാന്റെ സ്പെഷ്യൽ ബിരിയാണി കേട്ടോ. ബീഫ് ആയോണ്ട് കേട്ടോ, നല്ല തിളക്കുന്നുണ്ട്. അങ്ങനെ ബിരിയാണി ദമ്മിട്ടിക്കണേ. പിന്നെ എണ്ണ പരിപാടി എന്ന് പറഞ്ഞാല് ഇത് സമൂസക്ക് ഇല്ലതാട്ടോ. ഇതേക്ക് സമൂസയ്ക്കുള്ള ഉണ്ട്. അങ്ങനെ ഓരോന്ന് ആക്കിയോണ്ട് സെയിം കട്ട്ലേറ്റ് ആണ് ഉള്ളത്. അപ്പൊ കട്ട്ലേറ്റിന്റെ പരിപാടി ഫുള്ള് കഴിഞ്ഞു. സാരി തൂമിച്ചാണ് തരിക്കഞ്ഞി നോക്കുന്നാല് ജയ്. എണ്ണ ചൂടാൻ വെച്ചിട്ടല്ലേ, ചൂടാവട്ടെ. കോയങ്ങി കേസ് ഉച്ചക്ക് 1:30 തുടങ്ങിയാണ്. അപ്പൊ എണ്ണ ചൂടായിക്കണ ഞമ്മക്ക് സമൂസ പൊരിച്ച. ഇതിന് വേണം ഏകദേശം കഴിഞ്ഞ് വെള്ളം കലക്കാണ്ട്. വെള്ളം കലക്കാനും കട്ട്ലേറ്റും ആയാല് ഒക്കെ സെറ്റായി. പരിപാടി കൊയങ്ങി. ഒന്നും പറയാ. ഇതൊക്കെ ചുട്ട നമുക്ക് തിന്നാൻ വയ്ക്കും അല്ലെ. ഇതെന്താ അറിയാ, നോമ്പ് തുറവിക്ക് ഉണ്ടാക്കണവർക്ക് ഒന്നും വേണ്ടി വരൂല. അല്ലാത്തവർക്ക് നല്ലോ തിന്നാം. നമുക്ക് ഈ കണ്ട് ഉണ്ടാക്കി കണ്ട് മടുക്കും. നോമ്പ് ഒന്ന് കറന്നാ മതി തോന്നി. നാരങ്ങ കുടിച്ചും പോത്തിനല്ലേ നമുക്ക് മതിയായി. നാരങ്ങ വെള്ളം 1-2 സമൂസ, ഫ്രൂട്ട്സും കാര്യമൊന്നും വേണ്ട. തുറക്കാനായില്ലേ? ആനു വന്നല്ലോ. എന്താ അത്? സമൂസ എന്തൊക്കെയല്ലേ? സമൂസ, കട്ട്ലേറ്റ്, പിന്നെന്താ തരിക്കഞ്ഞി, വത്തക്ക. മോനോ നിലമ്പൂർക്ക് പോയിക്കാണല്ലോ. അല്ല എന്താ പോയിട്ട് എന്തായി?
അതിന്റെ ഇത് ക്ലിയർ ആയി. ശരിയായോ? അത് ഞങ്ങള് വേറെ ടീമിനെടുത്തു. അതായത് ഈ യൂട്യൂബിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കുന്ന ഒരാളുണ്ട്. അത് ബാങ്കിൽ തന്നെ കൊടുക്കല്? ടൈം എത്രയായി? 6 മണിയാണല്ലേ? കട്ലറ്റ് ആയി സമയ? ആവണോ കട്ലറ്റും റെഡിയായി. മെയിൻ കുക്കറാണ് അല്ലേ? കുക്കറാണ്. കരി സമൂസ എങ്ങനെ ഉണ്ടാക്കാന്ന് ഇറങ്ങിക്കണടി പുതിയ വിഭവം. കരി സമൂസ. സമൂസ കുറച്ചേരം എണ്ണയിലിട്ട് ഇങ്ങനെ വെച്ചാ മതി. ഫോണുമ്പോ നോക്കിക്ക. വേണ്ടായിക്കോ, ഇപ്പൊ വാങ്ങി കൊടുക്കൂ. ഉമ്മാരിണ്ട് പള്ളിക്കൊക്കില്ലേ? ഒക്കെ റെഡി ആയിക്കണു. ഇനി വെള്ളം കലക്കിയാ മതി. ശരിയാണ്. ഒന്ന് തത്തമ്മ കുട്ടി കൊടുത്താ. തത്തമ്മക്ക് തത്തക്കുമ്പ കൊടുത്ത സമയ ഒരു വത്തക്ക പൊട്ട. നമ്മളെ തത്തമ്മ ഇട്ടത് ഒരു കാലില്ല ഗൈസ്. അങ്ങനെ കിട്ടിയത് ഞങ്ങൾക്ക് ഈ തത്തമ്മന. ഇവിടെ കട്ലൈറ്റ് ഉണ്ടാക്കിയേക്കണ സമൂസ സെറ്റാണ് ഗൈസ്. ഒരു നമ്മള് വിചാരിച്ച വാങ്ങിക്കൊന്നുമില്ല. വരുന്നുണ്ട് അറിഞ്ഞപ്പോ തന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്നു. അതെ, നമുക്ക് സെറ്റ് ആക്കട്ടോ. 6:15 ആ കാട്ട് എവിടുന്ന് അറിയുന്നേ? ഇങ്ങോട്ടോ കടാ. എന്തേ കൊയങ്ങിയോ? എന്തിന്? മോന്റെ യോ സ്ട്രൈറ്റ് ചെയ്ത് തരും. ഹെൽമെറ്റ് ഇട്ടോ. ആ ഇമ്മ കാരക്ക ഓർമ്മ ഉണ്ടായിന്. അങ്ങനെ ഒരു പ്ലേറ്റ് ഫുള്ളായിട്ടോ. അങ്ങനെ നമ്മളെ ചാനല് മോണിറ്റേഷൻ ആവാനിരിക്കണേ. ഇവരുടെ ചാനല് മോണിറ്റേഷൻ ആവാനിരിക്കണേ. ഇവിടുത്തെ കുട്ടികള് പള്ളിക്ക് പോയി തിന്നാൻ പോയിക്കണ്. വളരെ സന്തോഷം. ഇത് വളരെ നല്ല ഞങ്ങൾക്ക് കഴിക്കണോ? കുറച്ചുകൂടെ ഉള്ളൂ. അതായത് 3000 വാച്ചകളല്ലേ? 2300. അതല്ല തുറവിനെ പറ്റി പറയും. തുറവി നല്ലൊരു തുറവിയാണ്. എപ്പോഴും ഇത് ഇതുണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നമ്മള് ചെറിയൊരു തുറവിയാണ് നടത്താൻ പോണത്. ആരാണ് ഇതിന്റെ മെയിൻ ചാർജ്? അമ്മായി ഇല്ലട്ടോ. അമ്മായിക്ക് കാലിന് ഇതായതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തതാണ് ഫുഡൊക്കെ. ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ ഇതാ കൈ ഇതിന്റെ ഉള്ളിൽ കൂടി നൂല് മതി. കുറച്ചായി ഓൾമെന്റ് തേക്കണ്ടേ? വേഗം ഒരു പേര് കണ്ടെത്തി. പേര് അല്ല, വേറെ എന്തെങ്കിലും ഇട്ട് വേറെ എന്തെങ്കിലും ഒക്കെ ഇട്ടോ. ഫാമിലിയോ? ഫാമിലിന്റെ ആണോ? ഫാമിലി കണ്ടന്റ്. മാനൂസ് ഫാമിലിയോ? മാനൂസ് ഫാമിലി. ഇപ്പാന്റെ പേര് അല്ലേ? എല്ലാരും പാട് ഉൾപ്പെടണ എന്തെങ്കിലുമൊക്കെ നോക്കി. ഈ കുട്ടികളൊക്കെ പള്ളിക്കൊക്കെ പോയിക്കാടി തുറക്കാന്. നമ്മളവിടെ കൊണ്ടേ കൊടുത്തൊക്കെ ഇരുന്ന് തിന്നും. ബേ കൊടുന്നാ പോയിങ്ങാണ്ട്. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ ചെറിയ പള്ളി ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടുത്തെ വീടുകളെല്ലാം ഒരേ മാതിരിയാണ്. പണിയൊക്കെ കഴിഞ്ഞ്
ഇപ്പൊ ഒന്ന് ഫ്രീ ആവട്ടോ. ഇപ്പൊ തന്നെ 6:15 ടൈം. പിന്നെ എല്ലാരും ഏകദേശം എത്തി. എല്ലാരും എന്ന് പറഞ്ഞ ഓണം മാപ്പിളിന്റെ മാപ്പിളി അങ്ങനെയൊക്കെ ഉള്ളു. കൊയങ്ങി തന്നെ നോമ്പ് വെച്ചിട്ട് ഇന്നപ്പൊ ഞങ്ങട്ടേക്ക് പോയി. ഇത് വെട്ടിയതാ മോണ്ടോ? എത്ര റുപ്യടാ? 50 റുപ്യ. പരസ്യനെയോ ഇതാടാ അവിടെ ഇരിക്കണേട്ടോ. പെണ്ണുങ്ങൾ ടേബിളിൽ കൊണ്ടേക്കൊക്കെ ഞങ്ങൾ ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയേട്ടോ. അതിനേലും കൈകൊണ്ടല്ലോ എനിക്ക്. ഇപ്പൊ ഫസ്റ്റ് തുറക്കാൻ ഇരുന്നില്ലപ്പാ. റിതുവിനോടേ ഇങ്ങോട്ട് വരാൻ പറയട്ടോ തുറക്കാന്. പള്ളിക്കൊണ്ടേ കൊടുത്തോ? എന്നോട്ട് പോര്. ഞങ്ങൾ ഇവിടെ നമ്മളൊക്കെ വെറൈറ്റിയാണ്. കാരക്ക ഇവിടെ ഇനിയാണ് കാരക്ക ഉണ്ടാക്കിയ കാരക്ക എന്തുണ്ട്? കൊടുത്തോ? മൈക്കല്ല മൂലടെ ഞാൻ 3 കോണും പോയിക്കണതിന്റെ അതോ മോൻ പറഞ്ഞപ്പോ തന്നെ രസമുണ്ടോ? മോണ്ട ബ്ലേഡും ആണോ? അപ്പൊ ഇമ്മമാക്കുള്ള ഭക്ഷണം പാക്ക് ചെയ്യാട്ടോ. അമ്മായിക്കും ഉമ്മമാക്കും. ജോ ഉണ്ടോ? ഞാൻ പോവില്ല. ഞാനും കൊണ്ടേ കൊടുക്കും. കുറച്ച് ഫ്രൂട്ട്സും ചോറും ഞാൻ കൊണ്ടാക്കിട്ട് വരാം. ഗൈസ് നമുക്ക് എന്തായാലും ഇമ്മാക്കും അമ്മാക്കും കൊണ്ടുപോയി കൊടുക്കട്ടെ. ഞാനാ പോയി വരുന്നില്ല കേട്ടോ. ഞാൻ പോയോ കേട്ടോ. ഞാൻ പോയിട്ട് വാ. ഓക്കെ അമ്മ കൊടുത്തിട്ട് വരാട്ടോ. ബിരിയാണി ഫുഡ് കഴിക്കാനായിട്ട് എല്ലാ നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ഇറച്ചി പറ്റുന്നുണ്ട്. ബിരിയാണി കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇല്ലടാ ഐഫോണ് ഇല്ലതായിട്ട് ഇവിടെ ആർക്കും അറിവില്ല. ഇല്ലല്ല എങ്ങനെയുണ്ട് തിന്നിട്ട് അഭിപ്രായം അറിയണ്ട മോണ്ട. എന്തേലും കുറ്റോ തെറ്റോ ഉണ്ടെങ്കിൽ പറയണം. കഴിക്കൂ. ഓല് ഫസ്റ്റ് ട്രിപ്പ് ഇല്ലോ. ഹലോ തിന്നോ? അലയാക്ക ഒക്കത്തിന് ആദ്യം അലയാക്ക കൊറേ ഞങ്ങളെ യൂട്യൂബ് വന്നിട്ടാ. ഇപ്പാക്ക് ഉപ്പാക്ക് കഴിഞ്ഞോട്ടെ. രസമുണ്ടോടാ? ചെറിയോ സൂപ്പറായി കുത്തി വെച്ചിട്ടില്ല. മസാല
ഗ്ലാസ്കത്തെ കഴിഞ്ഞോ ചോട്ടക്ക് മോട്ടന് ചായ പറ്റൂല അല്ലേ? അതെ ഇറച്ചി കണ്ട ചാടി അതല്ല അനുവിനും തന്നെ ചോറ് മൂന്നിന് തൈരാണ്ടേ കസേരല്ലോടെ അവിടെ ഉണ്ട്. അനു ക്ലാസ് ആണല്ലേ? ക്ലാസ്സോ അന്ന കണ്ടാ മതി. ഞാൻ രണ്ടാമട്ടാണ്. ദീപൊക്കെ നോക്കിക്കളി. ക്യാമറ കാണുമ്പോ വല്ലതൊന്നുമില്ല മറ്റേതില്. ആനിപ്പാ വണ്ടി എന്തി പറിച്ചിട്ട് പിന്നെ വണ്ടി വലിയ പോത്താള് കുട്ടികളെ പറ്റിച്ചാ നടക്കണം. ഇജ്ജും കളിച്ചിറങ്ങ. തന്നെ ഇജാ മാക്സ് ഇടുങ്ങാട് നന്നായിട്ട് പുക്കുവാടെ. പോലല്ലോ. അത് ശരിയാ, അത് നല്ല ഐഡിയ. അനി അവിടെ വീണാണ്ടല്ലോ പണി കിട്ടൂട്ടാ. എങ്ങനെയാണ് അടിച്ചിട്ട് പോകണ്ടാണ്. ഞമ്മളിവിടെ നിക്കാണ്. അങ്ങോട്ട് ഇപ്പൊ വരും പോലെ അടിയത്. അങ്ങോട്ട് ചെല്ലിച്ചേ. ആണോ? തറാവുണ്ട് കൊയങ്ങി ഞാൻ വിരമിച്ചു. ഞാനല്ലേ സാമന അയലക്കത്തെ വീട്ടിൽ ലേസം ചോറുണ്ടേ കൊടുക്കണോള്. മേല് വെറുതെ വെത്താക്കണ്ടാനോ. കൊറേ അയില പന്തലിച്ചിട്ടിച്ച്. അതാണ് ഇങ്ങനെ കിടക്കണ. ഇജോ കളിച്ചിട്ടേ ഇല്ല. ബിരിയാണി വെള്ളമാണോ? വെള്ളം ബിരിയാണി വളരെ മികച്ചൊരു ദിവസമായിരുന്നു ഒന്ന് അല്ലേ? അതെ, നല്ല തുറവി കാഴ്ചവെച്ച എന്താ പറയാ. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ആക്കാൻ പോവാണ്. ഇനി അടുത്ത വീഡിയോയില് കാണാം അല്ലേ? ഓക്കെ, അതുവരെ എല്ലാവർക്കും ബൈ ഗൈസ്, ബൈ.